ഇതാണ് കേട്ടോ ഹുദൈബിയിലുള്ള ക്യാമൽ ഫാം. അപ്പോൾ ഇത് നമ്മൾ ഹുദൈബിയ മീക്കാത്തേക്ക് ഇഹ്റാമിൽ പ്രവേശിക്കാൻ വേണ്ടി പോയപ്പോൾ ഇവിടെ സൈഡാക്കിയതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒട്ടകത്തിനെ നേരിട്ട് കാണാം, അവരെ തൊടാനൊക്കെ പറ്റും. പിന്നെ ഒട്ടകപ്പാലും ഇവിടെ അവൈലബിൾ ആയിരുന്നു. പക്ഷെ നമ്മളാരും ട്രൈ ചെയ്ത് നോക്കിയില്ല, കാരണം ചില ആളുകൾക്കൊക്കെ പെട്ടെന്ന് കുടിച്ചാലേ ചില അലർജറ്റിക് ഇഷ്യൂ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളാരും ട്രൈ ചെയ്ത് നോക്കിയില്ല. കാണാൻ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇതുണ്ടല്ല ഞങ്ങളെ ബസ് സൈഡാക്കിയുള്ളത്. നല്ല അടിപൊളി ഡെസേർട്ട് വ്യൂ ആണ് ഉള്ളത്. ഈ ഒട്ടകം ഇത്ര വലിയ ജീവി വെച്ചിട്ട് ഇതൊരു സാധു ജീവിയാണ് കേട്ടോ. നമ്മളെ നാട്ടിലെ ആടക്കില്ല, അതിൻ്റെ ഒക്കെ ഒരു സെയിം ക്യാരക്ടർ അതിന് വരുന്നുണ്ട് കേട്ടോ. ഹുദൈബിയുടെ ചരിത്രം പറയുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും മദീനയിൽ നിന്ന് ഉംറക്ക് വന്നപ്പോൾ ഹുദൈബിയിൽ വെച്ച് മക്ക ഖുറൈശികൾ തടഞ്ഞു. അതിനുശേഷം ഒരു സമാധാന കരാർ ഉണ്ടാക്കി. ആ കരാറിന്റെ പേരാണ് ഹുദൈബിയ ഉടമ്പടി. ഇന്ന് അതേ പ്രദേശത്താണ് ഹുദൈബിയ മീക്കാത്ത് നിലകൊള്ളുന്നത്. ജിദ്ദ സൈഡിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയൊരു മീക്കാത്താണ് ഹുദൈബിയ മീക്കാത്ത്. അതുപോലെ തന്നെ ഇത് മക്കയിൽ നിന്ന് വളരെ അടുത്തുള്ളൊരു മീക്കാത്തും കൂടിയാണ് കേട്ടോ.